രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരൊക്കെ പരാതിപ്പെട്ടിട്ടുണ്ടോ, ആരൊക്കെ തങ്ങളെ ബലാത്സംഗം ചെയ്തെന്ന് പരാതിപ്പെട്ടിട്ടുണ്ടോ, ഇവരൊക്കെയും രാഹുൽ മാങ്കൂട്ടത്തെ പ്രണയിച്ചിരുന്നവരാണ്. ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തെ ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. ഇവരിൽ രണ്ടുപേർ വിവാഹിതകളാണ്. അവിവാഹിതനായ ഒരു ചെറുപ്പക്കാരൻ ഈ രണ്ട് വിവാഹിതകളെ, മറ്റൊരു സ്ത്രീയെ പരസ്പര സമ്മതത്തോടെ ഇവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു എങ്കിൽ ഏത് കോടതിക്ക് രാഹുൽ മാങ്കൂട്ടത്തെ കുറ്റക്കാരനെ വിധിക്കാൻ പറ്റും? ഒരു കോടതിക്ക് പറ്റില്ല. ഒരു പോലീസിനും കേസെടുക്കാൻ പറ്റില്ല. ഒരു പത്രക്കാരനും ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു പിണറായി വിജയനും ഒരു പി ശശിക്കും ഇതിനെതിരെ കള്ളപ്പരാതിക്കാരെ കൊണ്ടുവരാൻ പറ്റില്ല. ഇത് നിയമവിധേയമാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ ആദ്യം തന്നെ പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്തപ്പോൾ, രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തപ്പോൾ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യമുണ്ടല്ലോ, താൻ ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കെതിരായ ഒരു കാര്യവും താൻ ചെയ്തിട്ടില്ല എന്ന് ചങ്കുറപ്പോടെ രാഹുൽ മാങ്കൂട്ടം പറയുന്നു. ശരിയാണ്, രാഹുൽ മാങ്കൂട്ടം ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥക്കെതിരായ ഒരു കാര്യവും ചെയ്തിട്ടില്ല. പിന്നെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ നിങ്ങൾക്ക് ജയിലിലിട്ട് അടയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് രാഹുൽ മാങ്കൂട്ടം കരുത്തോടെ പുറത്തിറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം അറിയാലോ, രാഹുൽ മാങ്കൂട്ടത്തെ തേടി പത്രപ്രവർത്തകരും വരിയായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിലേക്ക് ചെന്നപ്പോഴേ നാട്ടുകാരാണ് തടഞ്ഞത്. നാട്ടുകാർ പറഞ്ഞു, ഇനിയും നിങ്ങളുടെ കള്ളത്തരം ചെലവായില്ല, അങ്ങോട്ട് കടക്കണ്ട, പൊക്കോ എന്ന് പറഞ്ഞു ഓടിപ്പിച്ചു എല്ലാ പത്രക്കാരെയും. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം നാട്ടുകാരാണ്. ഈ നാട്ടുകാർ എന്ന് പറഞ്ഞാൽ കൂടുതൽ സ്ത്രീകളാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിക്കാരില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വന്തം പാർട്ടിക്കാർ ഒരു വലിയ വിഭാഗമില്ല. എതിരായിട്ട് പിണറായി വിജയന്റെ എല്ലാ അടിമക്കമ്മികളും ഉണ്ട്. CPM-കാരുണ്ട്, BJP-കാരുണ്ട്. ഇവിടത്തെ പോലീസുകാർ മുഴുവൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. ഇവിടത്തെ ഈ ചാനലുകൾ, പഴയ പരമ്പരാഗത ചാനലുകൾ, പത്രങ്ങൾ 99% രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം നിൽക്കുന്നത് ഇവിടത്തെ ബോധവും വിവരവുമുള്ള ജനങ്ങളാണ്. പിന്നെ യൂട്യൂബ് ചാനലുകളാണ്, സോഷ്യൽ മീഡിയയിലെ യൂട്യൂബ് ചാനലുകൾ ഭൂരിഭാഗവും അവർ സത്യം പറയുന്നു. അവർ പറയുന്ന സത്യമാണ് നമ്മൾ അറിയുന്നത്. അങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇപ്പോഴിതാ കോടതിയും പറയുകയാണ് രാഹുൽ മാങ്കൂട്ടം ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇതാണ് ഇന്നത്തെ വിവിധ പത്രങ്ങൾ ഇക്കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. ഇത് മാധ്യമമുണ്ട്, മാധ്യമം അതും കൂടി കാണിക്കാം. മാധ്യമത്തിന്റെ 2-ാം പേജിലാണ് ഞാൻ ആ വാർത്ത കണ്ടത്. മാധ്യമത്തിന്റെ 2-ാം പേജിൽ ഇതാ, 3ാമത്തെ പീഡന കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം. രാഹുൽ വീട്ടിലെത്തി മാധ്യമപ്രവർത്തകരെ തടഞ്ഞു. പീഡിപ്പിച്ച് ഗർഭചിത്രത്തിന് നിർബന്ധിപ്പിച്ച കേസ് മുൻകൂർ ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റി. അതായത് ഹൈക്കോടതി 1ാമത്തെ കേസിൽ വിധി പറയാൻ മാറ്റി. അതിലാണ് വളരെ കൃത്യമായി പറയുന്നത്, എന്നാൽ ആദ്യം രജിസ്റ്റർ ചെയ്തത് ഈ കേസാണെന്നും മറ്റു കേസുകളിൽ കുറ്റപത്രം നൽകാത്ത സാഹചര്യത്തിൽ ക്രിമിനൽ പശ്ചാത്തലം ഉന്നയിക്കുന്നത് എങ്ങനെയെന്നും കോടതി ചോദിച്ചു. അതായത് പ്രോസിക്യൂഷൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടം ഒരു സ്ഥിരം ഇത്തരത്തിലുള്ള ലൈംഗിക പീഡകനാണ്, അതുകൊണ്ട് ഈ 1ാമത്തെ കേസ്. അപ്പൊ കോടതി ചോദിക്കാണോ, 1ാമത്തെ കേസിൽ എങ്ങനെയാണ് ഇതൊക്കെ പറയാ? മറ്റു കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? മറ്റു കേസുകളിൽ 2-3 കേസുകളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് രാഹുൽ ഇങ്ങനെ ഒരു നിരന്തരമായി കുറ്റം ചെയ്യുന്ന ആളാണെന്ന് പിന്നെ എങ്ങനെയാണ് പറയുക എന്ന് കോടതി തന്നെ ചോദിക്കുകയാണ്. ഇരുവരും നേരത്തെ അടുപ്പമുണ്ടായിരുന്നു. 2024 മാർച്ച് 17 യുവതിക്ക് നേരെ ബലപ്രയോഗം നടത്തിയെന്നും വീഡിയോ പകർത്തിയെന്നും പരാതിയിലുണ്ട്. ഇത് ഗൗരവമുള്ള ആരോപണമാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് കോടതി പറയാണ്, എന്നാൽ ഇതിനുശേഷം ഹർജിക്കാരനൊപ്പം യുവതി 2 ദിവസം പാലക്കാട് തങ്ങിയിട്ടുണ്ട്. അതോടെയാണ് പൊളിഞ്ഞു പോകുന്നത്. പൊളിഞ്ഞ് പാളീസായി പോവുകയാണ്. പൂങ്കുഴലിയുടെ പോലീസും പിണറായിയുടെ പോലീസും പി ശശിയുടെ പോലീസും ഈ മൊട്ട അരുണിന്റെ നേതൃത്വത്തിലുള്ള റിപ്പോർട്ടർ ടിവിയും ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. കോടതി ചോദിക്കുന്നു, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവതി വീണ്ടും 2 ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ പോയി താമസിച്ചത് എന്ന് ചോദിക്കുമ്പോ ഇവരുടെ അണ്ണാക്കിൽ പഴമാണ്, മിണ്ട പറ്റുന്നില്ല. അവിടെയാണ് ഞാൻ വീണ്ടും പറയുന്നു, ശ്രീനാദേവി കുഞ്ഞമ്മ വളരെ കൃത്യമായി പറയുന്നു, ഈ സ്ത്രീകൾക്കൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനോട് എന്താ പറയാ, അഗാധമായ പ്രണയം, ഇഷ്ടം, സ്വാർത്ഥത. രാഹുൽ മാങ്കൂട്ടം തങ്ങളുടേത് മാത്രമാവണം. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് രാഹുൽ മാങ്കൂട്ടം തങ്ങളുടേത് മാത്രമല്ല. രാഹുൽ മാങ്കൂട്ടം പല സ്ത്രീകളുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതിന് കേസെടുക്കാൻ പറ്റുമോ? അവിവാഹിതനായ ഒരു യുവാവ് വിവാഹിതയായ സ്ത്രീകളായിക്കോട്ടെ, 2, 3, 4, 10, 100, 1000 ആയിക്കോട്ടെ, യുവതികളുമായി ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നീതിന്യായ കോടതിക്ക് കേസെടുക്കാൻ ഒരു വകുപ്പില്ലടോ. ഇത് ആ യുവാവ് വളരെ കൃത്യമായി, ആ യുവാവിന് നിയമം അംഗീകരിച്ച കാര്യങ്ങളാണ് ഈ യുവാവ് ചെയ്യുന്നത്.
എന്നിട്ട് കള്ളക്കേസെടുത്ത് എത്ര കാലം കള്ളക്കേസെടുത്ത് ഉളുപ്പില്ലേ പിണറായി വിജയ? ഇനിയും കേൾക്കുന്നത് പോക്സോ കേസ് വരുന്നു, വീണ്ടും അതിജീവിതല്ല പരാതിക്കാരികളെ ക്യൂ ആയി നിർത്തിയിരിക്കുന്നു, ഓരോരുത്തരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ്. നിങ്ങൾ എത്ര പരാതിക്കാരികളെ വിളിച്ചു? അവസാനം സംഭവിക്കാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭരണഘടനയിലെ 226 വകുപ്പ് അനുസരിച്ച് രാഹുൽ മാങ്കുട്ടം ഹൈക്കോടതിയെ സമീപിച്ചാൽ എല്ലാ പരാതിക്കാരികളും റിനി ആൻ ജോർജ് ഉൾപ്പെടെ എല്ലാ പരാതിക്കാരികളും ഈ പരാതിക്കാരികൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ട മുഴുവൻ ആൾക്കാരും, മൊട്ടാരുണും ഞാൻ എണ്ണി പറയുന്നില്ല, സകലമാന ഇപ്രകാരമുള്ള മാപ്രകളും പിണറായി വിജയനും പൊളിറ്റിക്കൽ സെക്രട്ടറി ഏറ്റവും വലിയ പെണ്ണുപിടിയനായ പി ശശിയും അകത്താക്കുക തന്നെ ചെയ്യും കേട്ടോ. അതാണ് ഇനി സംഭവിക്കാൻ വേണ്ടി പോകുന്നത്.